അറിയാത്ത ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റിച്ച് മാത്രം പറയുന്ന ഒരു ക്യാരക്ടറാണല്ലോ ജാസ്മിന് കഴിഞ്ഞ ടാസ്കിൽ കിട്ടിയത്. ഇന്നലെ ലാലേട്ടൻ വന്നപ്പോൾ ലാലേട്ടൻ ആദ്യമേ തന്നെ ചോദിച്ചത് ജാസ്മിൻ സോ വാട്ട് ഹാപ്പൻ ടു യുവർ സ്റ്റൊമക്ക് എന്നാണ് കേട്ടോ. അപ്പോഴും ജാസ്മിൻ ഒന്നും പറയാൻ പറ്റാതെ പതറി നിൽക്കുകയാണ്. ജാസ്മിനും അർജുനും ഭാര്യയും ഭർത്താവായിട്ടാണല്ലോ ടാസ്കിൽ അഭിനയിച്ചത്, വളരെ നന്നായി നിങ്ങളത് ചെയ്തു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അർജുനാണെങ്കിൽ പൊങ്ങച്ചക്കാരനായ ഒരു ഭർത്താവായിട്ടും ജാസ്മിനാണെങ്കിൽ ഇംഗ്ലീഷ് തെറ്റിച്ച് മാത്രം പറയുന്ന ഒരു ഭാര്യയായിട്ടുമായിരുന്നു. എന്നിട്ട് എന്തായി എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ വളരെ ഉഗ്രനായിട്ട് ആ ടാസ്ക് നിങ്ങൾ ചെയ്തു എന്ന് ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ്റെ വയറിന് എന്ത് പറ്റിയെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, വാട്ട് ഹാപ്പൻ ടു യുവർ സ്റ്റൊമക്ക് എന്ന്. അപ്പോൾ ജാസ്മിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്നിങ്ങനെ തമാശയായിട്ട് പറയാണ് കേട്ടോ. അതിനിടയ്ക്ക് അർജുൻ പറയുന്നുണ്ട് അത് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന പായസം കഴിച്ച് അവളുടെ വയറങ്ങനെ ആയതാണെന്നൊക്കെ തമാശയ്ക്ക്. ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന പായസമോ? അതേ ലാലേട്ട, ആ ഒരു ഷെഫ് വന്നു ലണ്ടനിൽ നിന്ന്. അപ്പോൾ കോഴിയിറച്ചി അവൾക്ക് പായസം കഴിച്ചത് അവളുടെ വയറ്റിൽ പിടിച്ചില്ല. കോഴിക്കറിയും പായസവും കൂടി മിക്സായ ഒരു കോഴിക്കറി ഇട്ട പായസമാണ് അവൾ കഴിച്ചത്. അപ്പോൾ അവളെ വയറിന് അങ്ങനെ പറ്റി എന്നൊക്കെ അർജുൻ പറയാണ്. അത് കേട്ട് ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഋഷിയോടും ചോദിക്കുന്നുണ്ട്. ഋഷിയും ചിരിയോട് ചിരിയാണ്. അവർക്ക് ആ ടാസ്കിനെ പറ്റി പറയുമ്പോഴേ ചിരിയാണ്. അവിടുത്തെ ഒരാളുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിച്ചതെന്ന് ഋഷിയും പറയുന്നുണ്ട്. എന്താണെങ്കിലും ടാസ്കൊക്കെ കഴിഞ്ഞു, വളരെ മനോഹരമായി അവരത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫിനാലേക്ക് വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവ് അപ്ഡേറ്റുകളുമായി എത്തുന്നത്